ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനായി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് 85 ഗ്രാം ബട്ടറാണ്. ശേഷം 85 ഗ്രാം തന്നെ ഷുഗർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ആകുന്നത് വരെ ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 മുട്ട ആഡ് ചെയ്യുന്നുണ്ട്. ഓരോന്നോരോന്നായി ഇട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇനി ഒരു 85 ഗ്രാം മൈദ ആഡ് ചെയ്യുന്നുണ്ട്. മൈദയുടെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്തതിന് ശേഷമാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കുന്നത് ഡിസേർട്ടിന്റെ ബേസ് ആണ്. വിസ്ക് യൂസ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്താലേ ബേസ് ഒന്ന് സ്മൂത്തായി കിട്ടുകയുള്ളൂ. ഇനി ഫ്ലേവറിനായിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ബേസിന് വേണ്ട കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട ഒരു ട്രേയിലോട്ട് മാറ്റാം. ട്രേ അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു സോസ് പാൻ ആയാലും മതി. ഇതുപോലെ ഈവൻ ആക്കി കൊടുത്തതിന് ശേഷം ബേക്ക് ചെയ്യാൻ വെക്കാം. ബേക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫോയിൽ പേപ്പർ ഇട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പ്രീഹീറ്റ് ചെയ്ത തവ യൂസ് ചെയ്താണ് ഡിസേർട്ടിന്റെ ബേസ് ഒന്ന് ബേക്ക് ചെയ്യുന്നത്. തവയേക്കാൾ നല്ലത് ദോശക്കല്ലായിരിക്കും, ഇല്ലെങ്കിൽ പഴയ ഒരു പാൻ ആയാലും മതി. ഇനി ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്യാം. ഡിസേർട്ടിൻ്റെ ടോപ്പിംഗ് റെഡിയാക്കാനായി ഞാനൊരു 300 ml പാല് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനിയും പാലൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി വെക്കാം. കസ്റ്റാർഡ് പൗഡർ അല്ലെങ്കിൽ കോൺഫ്ലവർ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്യുമ്പോൾ ഡിസേർട്ടിന് നല്ല ഫ്ലേവറും തിക്നെസ്സും ഒക്കെ കിട്ടും. അതുകൊണ്ട് കസ്റ്റാർഡ് പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇത് തിളച്ചു വരുന്ന പാലിലേക്ക് കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാം. പാല് ഇളക്കിക്കൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ലോ ഫ്ലെയിം ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നാല് മിനിറ്റോളം നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. കസ്റ്റാർഡ് ചേർത്തിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് മിക്സ് ടൈറ്റായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മിക്സ് ചെയ്യാൻ വിസ്ക് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ടോപ്പിംഗ് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ കിട്ടും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം 3 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടോപ്പിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ടോപ്പിങ്ങിന് ആവശ്യം. ഒത്തിരി കട്ടിയാകരുത്, ഒത്തിരി ലൂസുമാകരുത്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ ബേസ് എന്ന് പറയുന്നത് കേക്ക് പോലെ നല്ല ഫ്ലഫി ആയിട്ടൊന്നും വരികയില്ല, പക്ഷെ നല്ല സ്മൂത്ത് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അടിഭാഗം നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആയിരിക്കും, പക്ഷെ അത് കരിഞ്ഞതൊന്നുമല്ല, നമുക്ക് അങ്ങനെ കിട്ടൂ. കൈ ഉപയോഗിച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം.
ഒരേ ലെവലാകാൻ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം ടോപ്പിംഗ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗാർണിഷിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ഇട്ട് നിങ്ങൾക്ക് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സെറ്റ് ആവണം. അതിന് നമുക്ക് 1 മണിക്കൂർ ഫ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തണുപ്പിച്ചെടുത്ത ഡിസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വാദിഷ്ടമായ ഡിസേർട്ടാണിത്. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഡിസേർട്ട് തയ്യാറാക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണും വരേക്കും ബൈ ബൈ.